നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അത് ദുബായിലെ തന്നെ പഴയൊരു ഫ്രണ്ട് വിളിച്ചതാ സാർ. ഞങ്ങൾ തമ്മിൽ അല്പം കാശിടപാടൊക്കെ ഉണ്ട്. അനിരുദ്ധൻ എന്തിനാ നിങ്ങൾ ഇന്നലെ പലതവണ വിളിച്ചത്? അത് ഞങ്ങളൊരു വസ്തുവിന്റെ ഇടപാടിനെ കുറിച്ച് പറയാൻ വിളിച്ചതാ. ഇങ്ങോട്ട് മാറി. ഓ, ആ മാഡമാണല്ലേ ഇവരെ വീണ്ടും വീട്ടിൽ കയറ്റി താമസിപ്പിച്ചത്? അതെ സർ. കുറച്ചു ദിവസം മുമ്പല്ലേ മാഡത്തിനും സൂര്യയ്ക്കും ഭാവനയ്ക്കുമെതിരെ ഇയാളും ഭാര്യയും വനിതാ കമ്മീഷനിൽ കംപ്ലൈന്റ് ചെയ്തത്? ആ കേസ് എങ്ങനെയാണ് തീർന്നതെന്ന് മാഡത്തിന് അറിയാലോ. അറിയാം സർ. പിന്നെ എന്തിനാണ് ഇവർക്ക് വീണ്ടും ഈ വീട്ടിൽ അഭയം കൊടുത്തത്? മകളോടൊപ്പം താമസിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു സർ. ഭാവനയോട് ചെയ്ത ചതി വെച്ച് നോക്കുമ്പോ ഒരിക്കലും സഹകരിപ്പിക്കേണ്ടതല്ല സർ. മാനസമോളെ കരുതി മാത്ര ഞാനും സൂര്യ അവരെ സഹിക്കണേ. മാനസ എവിടെ? ഇവിടെ ഉണ്ട്. മാനസ, ഇങ്ങോട്ട് വരൂ. മാനസയ്ക്ക് ഭാവനയെ കാണാത്തതിന്റെ പേരിൽ ആരെങ്കിലും സംശയമുണ്ടോ? ഇല്ല സർ. ഇന്നലെ മാനസയെ തിരക്കി ഇവിടെ ആരാ വന്നത്? പറയൂ, ആരാ ഈ മഹീന്ദ്ര ശർമ്മ? അത് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന സുനിൽ ശർമ്മയുടെ അച്ഛനാ. എന്തിനാ അവരോട് വന്നത്? സർ, അത് സുനിൽ ശർമ്മ മിസ്സിംഗ് ആണെന്നാ പറഞ്ഞത്. അയാളെ ഞാനിവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പോലെ അവര് സംസാരിച്ച്. മാനസ അവസാനമായിട്ട് സുനിൽ ശർമ്മയെ കണ്ടത് എന്നാണെന്ന് ഓർമ്മയുണ്ടോ? ആ ഉണ്ട് സർ. ഞങ്ങള് ദുബായിൽ നിന്ന് തിരിച്ചു വരുന്നതിന് 2 ആഴ്ച മുൻപ്. എന്താണ് അയാളുമായിട്ട് തെറ്റാനുള്ള കാരണം? സർ, അത് വ്യക്തിപരമാണ്. ഓക്കെ. ഭാവന ഇന്നലെ മാനസയായിട്ട് സംസാരിച്ചിരുന്നോ? ആ സംസാരിച്ചിരുന്നു സർ. ഇന്നലെ എനിക്ക് വയറുവേദന വന്നപ്പോ ഭാവന മെഡിസിനൊക്കെ തന്നിട്ടാ പോയത്. മഹേന്ദ്ര ശർമ്മ 24 മണിക്കൂർ സമയം തന്നിട്ടാണ് പോയതെന്ന് കേട്ടു. ശരിയാണോ? അതെ സർ. സൂര്യയുടെ അച്ഛനെ അയാൾ തല്ലിയല്ലേ? അതെ സർ. അയാൾ എന്തൊക്കെയാ പറയുന്ന അയാൾക്ക് തന്നെ അറിയില്ല. മാനസമോള് ഒരുപാട് നാളായിട്ട് ഞങ്ങളുടെ കൺമുമ്പിൽ തന്നെ. അപ്പൊ പിന്നെ അയാളുടെ മകനെ മാനസ എവിടെയാണ് സർ ഒളിപ്പിച്ചു വയ്ക്കുക? അപ്പോ നമ്മളാരും വിചാരിക്കുന്ന രീതിയിലുള്ള കേസല്ല. രണ്ടുപേരുടെ മിസ്സിംഗ് കേസാ, സുനിൽ ശർമ്മയും ഭാവനയും. സുനിൽ ശർമ്മയുടെ മിസ്സിംഗിനെ കുറിച്ച് എവിടെയും കംപ്ലൈന്റ് ഒന്നും പോയിട്ടില്ല സർ. പക്ഷേ ഈ 2 മിസ്സിംഗ് കേസും തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ട് സൂര്യ. കേട്ടിടത്തോളം ഈ മഹേന്ദ്ര ശർമ്മയ്ക്ക് അധോലോകവുമായിട്ട് വരെ ബന്ധമുണ്ടാകാം.